നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, അതിനിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണം, ആര് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കപ്പെടുന്ന ജനവിധിക്ക് നാം വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോവുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കും എന്ന പോലെ തന്നെ ഓരോ പൗരനും ഈ തെരഞ്ഞെടുപ്പ് ഒരേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. 2026 SIR പട്ടികയിൽ ഉൾപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റ് പ്രകാരം നടക്കാൻ പോകുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഈ മാസം 9-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിൽ പങ്കുചേരുന്നതിലൂടെ മാത്രമേ ആ പട്ടികയിലെ നിങ്ങളുടെ അംഗത്വം പൂർണ്ണമാവുകയുള്ളൂ. ഇത് കേവലം ഒരു പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ പൗരത്വം ഉറപ്പിക്കാൻ കൂടി വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെയും താല്പര്യമില്ലെങ്കിൽ പോലും ബൂത്തിലെത്തി നോട്ട എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വോട്ടവകാശം വിനിയോഗിക്കാം. അല്ലാത്ത പക്ഷം അത് ഭാവിയിൽ നിങ്ങളുടെ രേഖകളെയും പൗരത്വ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ സന്ദേശം അറിയാത്തവരിലേക്ക് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പരസ്യ പ്രചരണം ഇന്ന് വൈകുന്നേരം 5 മണിയോടെ അവസാനിക്കും. എല്ലാ മുന്നണികളുടെയും കുട്ടിക്കലാശം ഇന്ന് നടക്കാനിരിക്കുകയാണ്. എന്നാൽ പേരാമ്പ്ര ഉൾപ്പെടെ സംഘർഷ സാധ്യതയുള്ള ചില മേഖലകളിലൊക്കെ തന്നെ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനപ്രകാരം കുട്ടിക്കലാശം ഒഴിവാക്കിയിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഏപ്രിൽ 1 മുതൽ സ്വർണ്ണപ്പണയം സംബന്ധിച്ച റിസർവ് ബാങ്കിൻ്റെ പരിഷ്കരിച്ച ചട്ടങ്ങളൊക്കെ തന്നെ പൂർണ്ണതോതിൽ ഇപ്പോൾ പ്രാബല്യത്തിൽ ആയിരിക്കുകയാണ്. പുതിയ നിബന്ധന പ്രകാരം 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സ്വർണ്ണമൂല്യത്തിൻ്റെ 85% വരെ തുക ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 80%, 5 ലക്ഷത്തിന് മുകളിൽ 75%മാണ് വായ്പ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ വായ്പാ തുകയോടൊപ്പം തന്നെ കാലാവധി പൂർത്തിയാകുമ്പോൾ അടയ്ക്കേണ്ട പലിശ കൂടി ഉൾപ്പെടുത്തണമെന്നതാണ് പുതിയ രീതി. പലിശ കൂടി ഇത്തരത്തിൽ മുൻകൂട്ടി കണക്കാക്കുന്നതിനാൽ തന്നെ വായ്പയായിട്ട് ഉപഭോക്താവിന് കയ്യിൽ കിട്ടുന്ന തുകയിൽ മുൻപത്തെ അപേക്ഷിച്ചൊക്കെ തന്നെ കുറവുണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി ഇപ്പോൾ തുടരുകയാണ്. പാനിക് ബുക്കിംഗ് അവസാനിച്ചതോടുകൂടി ഗാർഹിക സിലിണ്ടറുകളുടെയൊക്കെ തന്നെ ലഭ്യതയിൽ നേരിയ ആശ്വാസമുണ്ടായെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ, അതായത് കൊമേഴ്സ്യൽ സിലിണ്ടറുകളുടെയൊക്കെ തന്നെ ക്ഷാമം ഇപ്പോൾ തുടരുകയാണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് സിലിണ്ടറുകളുടെ കരിഞ്ചന്ത വിൽപ്പനയൊക്കെ തന്നെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. വീടുകളിൽ ഉപയോഗിക്കേണ്ട 14 കിലോഗ്രാം സിലിണ്ടറുകൾ പോലും ഏജൻസികൾ നിയമവിരുദ്ധമായിട്ട് മറിച്ചു വിൽക്കുന്നു എന്ന പരാതികളുമൊക്കെ തന്നെ, അതുപോലെ തന്നെ കണ്ടെത്തലുകളുമൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടറുകൾ ലഭ്യമാകാതെ കൃത്രിമ പ്രതിസന്ധി സൃഷ്ടിക്കുകയും സിലിണ്ടറുകൾ ലഭിക്കണമെങ്കിൽ അധിക തുക നൽകേണ്ടി വരുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പരാതി നൽകാനായിട്ട് സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും പ്രത്യേക നമ്പറുകളൊക്കെ തന്നെ അധികൃതർ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 14 കിലോഗ്രാം തൂക്കം വരുന്ന ഗാർഹിക സിലിണ്ടറിൻ്റെ ശരാശരി വില 921 രൂപ 50 പൈസയാണ്. ഓരോ ജില്ലകളിലും ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. സിലിണ്ടർ വിലയ്ക്ക് പുറമെ നിശ്ചിത ഡെലിവറി ചാർജ് കൂടി ഉപഭോക്താവ് നൽകേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് 5 കിലോമീറ്ററിന് ശേഷം 20 രൂപ മുതൽ പരമാവധി 60 രൂപ വരെയാണ് ഈടാക്കേണ്ടത്. എന്നാൽ പല ഏജൻസികളും 100 രൂപ മുതൽ 200 രൂപ വരെ അധികമായിട്ട് വാങ്ങുന്നതായിട്ട് പരാതിയുണ്ട്. അർഹതപ്പെട്ട സിലിണ്ടറുകളൊക്കെ തന്നെ ഉപഭോക്താക്കൾക്ക് നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ ഹോട്ടലുകൾക്കും മറ്റുമൊക്കെ തന്നെ അത് മറിച്ചു വിൽക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതത് ജില്ലകളിലെ കൺട്രോൾ നമ്പറുകളിൽ ഉടൻ തന്നെ വിവരം അറിയിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. പദ്ധതിയുടെ 23-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണത്തിന് മുൻപായിട്ട് ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില നിർണായക കാര്യങ്ങളുണ്ട്. ജനുവരി മാസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവയിലേക്ക് തന്നെ പൊരുത്തക്കേടുകൾ മൂലം ഏകദേശം 10 ലക്ഷത്തോളം കർഷകർക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഗുണഭോക്താവ് മരണപ്പെട്ട സാഹചര്യത്തിൽ അർഹതയുള്ള പങ്കാളിക്ക് ധനസഹായം തുടരാനായിട്ട് അനുവാദമുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്താകട്ടെ ഇത്തരം നടപടിക്രമങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നടപ്പിലാകാത്തതും ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ എണ്ണം കുറയാനായിട്ട് കാരണമാകുന്നുണ്ട്. മുൻപ് ഖദർ ആപ്ലിക്കേഷൻ വഴി ആനുകൂല്യങ്ങൾ സുഗമമായിട്ട് ലഭിച്ചിരുന്നെങ്കിലും പുതിയ അഗ്രി സ്റ്റാക്ക് സംവിധാനമൊക്കെ തന്നെ നിലവിൽ വന്നതോടുകൂടി വിവരങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിലുണ്ടാകുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പലരെയും പട്ടികയ്ക്ക് പുറത്താക്കിയിട്ടുണ്ട്.
അതിനാൽ തന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക് KYC നടപടികളൊക്കെ തന്നെ പൂർത്തിയാണോ എന്ന കാര്യം ഒരിക്കൽ കൂടി പരിശോധിച്ച് നിങ്ങളെല്ലാവരും തന്നെ സ്ഥിരീകരിക്കേണ്ടതാണ്. ചില കർഷകരൊക്കെ വീണ്ടും ഇലക്ട്രോണിക് KYC ചെയ്യുന്നതിനുള്ള അറിയിപ്പുകളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അത് ഉടൻ തന്നെ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കൃത്യമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ തുക ക്രെഡിറ്റ് ആവുകയില്ല. ഇത്തരം പ്രശ്നങ്ങളുള്ളവർ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ആരംഭിക്കുന്നത് ആനുകൂല്യം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പദ്ധതിയുടെ അർഹതയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതായത് ആദായ നികുതി അടയ്ക്കുന്നവർ, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലിയുള്ളവർ, ഇനി സർവീസ് പെൻഷനൊക്കെ തന്നെ വാങ്ങുന്നവർ എന്നിവരൊന്നും തന്നെ ഈ പരിധിയിൽ വരില്ല. കൂടാതെ ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആളുകളൊക്കെ തന്നെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ പരിശോധനയിലൊക്കെ തന്നെ അത് കണ്ടെത്തുകയും ഇതുവരെ വാങ്ങിയ തുക അത് മുഴുവൻ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ അർഹതയുള്ള ഒരു വ്യക്തി മാത്രം ആനുകൂല്യം ക്ലെയിം ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ തന്നെ എടുത്താൽ വരാനിരിക്കുന്ന ഗഡുക്കളൊക്കെ തന്നെ യാതൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ചിലെയും ഏപ്രിലെയും 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യാനായിട്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 30 മുതലാണ് ഇതിൻ്റെ വിതരണം ഔദ്യോഗികമായിട്ട് തുടങ്ങിയത്. 2 ഗഡുക്കളും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് സർക്കാർ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമോദി ബോർഡിലെ അംഗങ്ങൾക്ക് 5 ഗഡുക്കളിലായിട്ട് 1600 രൂപ വീതം ആകെ 8000 രൂപയോളമാണ് ഈ സമയത്ത് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അവധി ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ മുതൽ തന്നെ പെൻഷൻ്റെ വിതരണം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അതായത് 2000 രൂപ വീതമുള്ള 2 ഗഡുക്കൾ ആകെ 4000 രൂപ അത് കൈകളിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിൽ വീണ്ടും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സഹകരണ സംഘങ്ങൾ വഴി തുക കൈപ്പറ്റുന്നവർക്ക് അവധി ദിവസങ്ങളിൽ പണം ലഭിച്ചിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്കാണ് ഇന്നലെ മുതൽ തന്നെ തുക ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വിഹിതമായി 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കുന്ന ആളുകളുണ്ട്. 2 മാസത്തെ കുടിശ്ശികയായതിനാൽ തന്നെ 200 രൂപ ലഭിക്കുന്നവർക്ക് 400 രൂപയും 500 രൂപ ലഭിക്കുന്നവർക്ക് 1000 രൂപയുമാണ് കേന്ദ്ര വിഹിതമായിട്ട് ക്രെഡിറ്റ് ആകേണ്ടത്. ഇക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗഡു കൈമാറുന്നത്. അതിനാൽ തന്നെ ആധാറിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് തടസ്സമുണ്ടാകില്ലെങ്കിലും പുതുതായിട്ട് പദ്ധതിയിൽ ചേരുന്നവർക്ക് ലഭിക്കുന്ന തുകയിലൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നേക്കാം. അതായത് സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് 1500, 1700 അല്ലെങ്കിൽ 1800 തുക ലഭിക്കുമ്പോൾ ബാക്കി തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. നിങ്ങളുടെ ആധാർ ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ സീഡ് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് മാത്രമേ കേന്ദ്ര സർക്കാർ ഈ തുക നൽകുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം ലഭിച്ചവർ അക്കാര്യമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ പണം ലഭിക്കാതെ കാത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അതൊരു ആശ്വാസമായി മാറും. വരും ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് തന്നെ തുക നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായി ലഭിച്ചു തുടങ്ങുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തിങ്കളാഴ്ച ഏപ്രിൽ 6-ം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 165 രൂപ കുറഞ്ഞ് 13,670 രൂപയും പവൻ 1320 രൂപ കുറഞ്ഞ് 1,09,360 രൂപയിലുമാണ്. വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.